പരാശക്തി അമ്മന് ഉപമൂർത്തികളെല്ലാം വണങ്ങിക്കണ്ടു. ഇവിടുത്തെ മുഖമണ്ഡപത്തിൻ്റെ പ്രാരംഭ നിർമ്മാണ നടപടി അമ്മയുടെ അനുഗ്രഹാശസ്സുകളോടെ നടത്തിയതായി പ്രഖ്യാപിച്ചുകൊണ്ട് അമ്മ പുരസ്കാരം ഏറ്റുവാങ്ങാൻ എത്തി. അതിനായി ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിട്ടുള്ള ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ഗുരുവില്യം എന്റെ ബന്ധു കൂടിയായ ശ്രീ രാഷ്ട്രീയം അടങ്ങുന്ന ഈ വേദിക്ക് സദസ്സിലെ എന്നെ ഇവിടെ കൊണ്ടുവന്ന എൻ്റെ അപ്പച്ചിയുടെ മകൾ, എൻ്റെ മുറപ്പെണ്ണുങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മൂത്ത ചേച്ചിയും ഇരിപ്പുണ്ട്. മണിക ചേച്ചി എന്നാണ് വിളിക്കുന്നത്. മണിക ചേച്ചിയുടെ പണ്ട് ഭയങ്കര വികൃതിയായിരുന്നു. എന്നാൽ ഇപ്പൊ വളരെ ശാന്തസ്വരൂപനായ ഒരു സന്യാസിക്ക് തുല്യം അക്ഷരമൊക്കെ കൈകൊണ്ടിട്ടുള്ളൂ. ഒരു 10-30 വർഷമായിട്ട് ഞാൻ ഈ രൂപത്തിലാണ്. പക്ഷേ അതിന് മുമ്പ് കൊല്ലത്തെ SN കോളേജില് നല്ല നമ്പർ 1 ബിലാളിയായിരുന്നു. മുടിയണ്ടകളി എന്നുള്ളേക്ക് അപ്പച്ചിയുടെ മകൻ, ചേച്ചിയുടെ അനിയൻ തുടങ്ങി സദസ്സിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 35 വർഷം തിരുവനന്തപുരത്തെ വാസം. ഈ ജൂലൈ 8-ാം തീയതി ആവുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യം സമ്മാനിച്ച വാസം തുടങ്ങിയത് ശരിക്കും ജൂലൈ 8-ാം തീയതി. ഈ 8 എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയുള്ള നമ്പറാണെങ്കിലും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും 8-മായി ഒന്ന് പിണങ്ങുക. എൻ്റെ ജനന തീയതി എന്ന് പറയുന്നത് 26/8. എൻ്റെ ഭാര്യ ജനിക്കുന്നത് 8-ാം തീയതി. ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചുകൊണ്ട് മോതിരം മാറുന്നത് 17-ാം തീയതി. അത് 8-ാം ഗുരുവായൂർ സന്നിധിയിൽ വെച്ച് ഭഗവാന്റെ അനുഗ്രഹത്തോടെ. ഞങ്ങളുടെ വിവാഹം നടക്കുന്നത് ഫെബ്രുവരി 8. ഒരുപക്ഷെ കുട്ടിക്കാലത്തിന്റെ നല്ലൊരു അംശം ജനിച്ച കുട്ടനാട്ടിൽ ഒതുളങ്ങിയ കൂട്ടത്തിൽ ഏതാണ്ട് നെഞ്ചൊപ്പം വെള്ളത്തിൽ അല്ലെങ്കിൽ മുട്ടറ്റം വെള്ളത്തിൽ കുട്ടനാട്ടിലെ വെള്ളക്കെട്ടുകളിൽ കിടന്ന് തട്ടിക്കളിക്കുന്നത് കണ്ടുകൊണ്ട് വന്ന അച്ഛൻ അന്ന് ആ 3 വയസ്സുകാരനെ 2 വയസ്സുകാരനെ എടുത്തുകൊണ്ട് ഓടിയതാണ്. അതിനുശേഷം ഒരുപക്ഷെ 90 വരെയും കൊല്ലത്തെ വാസത്തിന് ശേഷം 90 ജൂലൈ 8-ാം തീയതി തിരുവനന്തപുരത്തേക്ക് 100 വർഷം തോന്നുന്ന അച്ഛൻ വീട്ടിൽ താമസം ഉറപ്പിച്ചതിന് ശേഷം ഇപ്പൊ തീർത്തും എനിക്ക് തന്നെ സംശയമാണ്. ഞാൻ ആലപ്പുഴക്കാരനാണോ, കുട്ടനാട്ടുകാരനാണോ, അത് കൊല്ലംകാരനാണോ, തീർത്തും തിരുവനന്തപുരംകാരനാണ്. കാരണം ഇപ്പൊ എനിക്ക് വലിയ അവകാശികൾ അവരുടെ ഹൃദയം കൊണ്ട് മുദ്ര ചാർത്തി എനിക്ക് തൃശ്ശൂർക്കാരനെന്ന് പറയുന്ന ഒരു വലിയ ഖ്യാതി എനിക്ക് വേണ്ടി കാണിച്ചു. അത് നിങ്ങളുടെ എല്ലാം സന്തോഷത്തിലേക്ക് ചേരുന്ന ഒരു ഖ്യാതി. അപ്പൊ പ്രാദേശികമായിട്ട് ഒട്ടും തന്നെ അല്ലെങ്കിലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ബഹുമാനീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറയുന്നത് പോലെ വസുദൈവ കുടുംബം. യുക്രൈനിലായാലും റഷ്യയിലായാലും ഇസ്രായേലിലായാലും പലസ്തീനിലായാലും എന്തിന്റെ പേരിലാണ് ഇനി കേരളത്തിന്റെയും ഭാരതത്തിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും അടുത്ത കാലത്തായിട്ടല്ല, കുറച്ചധികം കാലം ഒരുപക്ഷെ തുടങ്ങി വെച്ച ഒരു ദുരുദ്ദേശ പദ്ധതിയുടെ പൂർണ്ണ
ഒരു വിളയാട്ടം ഇന്ന് നടക്കുന്നത് കേരളത്തിൽ. ഓരോ കുടുംബങ്ങളിലെയും വേദനിപ്പിക്കുന്ന കാഴ്ചകൾ പത്രക്കാർക്കത് കാട്ടിയേ മതിയാവും. വിമർശന ബുദ്ധിയ അങ്ങനെയുള്ള സംഭവങ്ങൾ കാട്ടുമ്പോഴും നമ്മൾ ഒരു വീട്ടുകാരെയും കുറ്റം കണ്ടെത്താനോ കുറ്റം പറയാനോ തുനിഞ്ഞിറങ്ങരുത് എന്നാണ് എനിക്ക് നിങ്ങളോടെല്ലാം അവരുടെ കുടുംബങ്ങളിൽ അങ്ങനെ ഒരു വീഴ്ച യുവത്വത്തിന് സംഭവിച്ചിട്ടുണ്ടെങ്കിലാണ് നമ്മൾ കൂടി ഉത്തരവാദികൾ. എങ്ങനെ എന്റെയും അതുപോലെ ഈ രാജ്യം ഈ കഴിഞ്ഞ 78-79 വർഷം ഭരിച്ചവർക്കെല്ലാം എവിടെയൊക്കെ ചെറു വീഴ്ചകൾ സംഭവിച്ചതിന്റെ പരിമിത ഫലമാണ് ഒരുപക്ഷെ ഇന്ന് സമൂഹം. അല്ലാണ്ട് നമ്മൾ വളരുമ്പോൾ മേലോട്ട് വളരുക, മുന്നോട്ട് വളരുക എന്നതിൽ നിന്ന് നമ്മളെ കൂപ്പുകുത്താൻ തരത്തിൽ പാകം ചെയ്ത ഒരു അന്തരീക്ഷം പുതിയ യുദ്ധമുറ എന്ന നിലയ്ക്ക് നമ്മുടെ രാജ്യത്തിന്റെ യുവത്വത്തെ ഇല്ലായ്മ ചെയ്യും. നമുക്ക് ചൈനയ്ക്ക് പോലും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു നമ്മുടെ ജനസംഖ്യ നിരക്ക് പല രീതിയിലും നമ്മൾ മോശപ്പെട്ട രീതിയിലൊക്കെ വെട്ടിമുറിച്ച് കണക്കെടുക്കും. പക്ഷെ യുവത്വത്തിന്റെ പ്രസരിപ്പ് ഭാരതത്തിന് എങ്ങനെ കൂടുതൽ നട്ടലിടുന്നു എന്ന് പറയുന്നത് ചില വിധ്വംസക രാജ്യങ്ങളെ ദുഷ്ടലാക്കൂടെ നമ്മൾ നേരിടാൻ പുതിയ യുദ്ധമുറ കണ്ടെത്തുന്നതിന് ഒരു അന്തരീക്ഷം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ രാജ്യങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാനൊന്നും ഈ സമയം നമ്മളുടെ പ്രതിരോധം തീർത്തിരിക്കും. അതിവിടെ നിൽക്കുന്ന ഓരോ അമ്മമാർക്കും അതിന് ഉത്തരവാദിത്തമുണ്ട്. എൻ്റെ വീട്ടിലെ ആധ്യാത്മിക അന്തരീക്ഷം അത് നിലനിർത്തുന്നതിന് വേണ്ടി ടീച്ചറൊക്കെ വീട്ടിൽ വന്ന് നാരായണീയ പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്റെ വീടിന് തന്നിട്ടുള്ള ഒരു കാര്യം. ഇത് ആ രീതിയിലല്ലാതെ മറ്റെന്തെല്ലാം തരത്തിൽ നമുക്ക് സദ്ഗതി, സദ്മാർഗം, സജ്ജീവിതം എല്ലാം അതിലേക്ക് കൊണ്ടുവന്ന് കെട്ടിയിടുന്ന എന്തെല്ലാം മാർഗങ്ങൾ നമുക്ക് ഉണ്ട്. ദിവ്യമായ മാർഗങ്ങൾ മാത്രമല്ല, സ്നേഹമാണ് ഏറ്റവും വലിയ ദൈവം. ആ സ്നേഹം എവിടെയെങ്കിലുമൊക്കെ കുടുംബങ്ങളിൽ ഒരുപക്ഷെ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ നിന്ന് ഇന്നത്തെ ഈ അണുകുടുംബ വ്യവസ്ഥിതിയിലേക്ക് വന്നപ്പോൾ സ്നേഹം ചർച്ച ചെയ്തില്ല. സ്നേഹം അമിതമായി നൽകുന്നതിന് വേണ്ടി എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഏതെങ്കിലും ഒരു മൂല്യത്തെ, ഒരു ഘടകത്തെ ഒരു വീട്ടിൽ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ വേദന നിവാരണത്തിന് വേണ്ടി ഒരു സമൂഹം ഒരുങ്ങി വരുന്ന ഒരു മതപ്രവർത്തനം.